ഖാലിദിനെ തീർത്ത് കളഞ്ഞത് ഇന്ത്യൻ ഇന്റലിജൻസി ഏജൻസിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം KGBയുടെയും മൊസാദിന്റെയും മോഡൽ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പുറത്ത് സുരക്ഷിത കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ഭീകരവാദികളെ തീർക്കാൻ റോ ആസൂത്രണം ചെയ്തു. അതിന് നേരിട്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേതൃ പങ്കാളിത്തം വഹിക്കുന്നു എന്നാണ് അമേരിക്കയുടെയും കാനഡയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ആരോപണം. അതെന്തുമാവട്ടെ, 2019 ശേഷം പാകിസ്ഥാനിലും കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ നൂറുകണക്കിന് ഭീകരരാണ് വെടിയേറ്റ് മരിക്കുന്നത്. അവർക്ക് ഇന്ത്യയെ തീർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തവരാണ്. ദുബായി കേന്ദ്രീകരിച്ചാണ് റോയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ കൊലപാതകം നടത്താനാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ കൊലയൊരുക്കുന്നതിനേക്കാൾ എളുപ്പമെന്നും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളെ ഇന്ത്യൻ ഏജന്റുമാർ വിലക്കെടുക്കുമെന്നും ആ ഭീകര സംഘടനകളുടെ പ്രതിനിധികൾ തന്നെയാണ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നതെന്നും ഭീകരർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്ത പുറത്തേക്ക് വരുന്നതെന്നും എന്നാൽ ഇതെല്ലാം ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഏജന്റുമാരുടെ സ്ലീപ്പർ സെല്ലുകൾ ആസൂത്രണം ചെയ്യുന്നതാണ് എന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഒരു കൊടും ഭീകരൻ കൂടി പാക് മണ്ണിൽ കൊല്ലപ്പെട്ടതോടെ ഇന്ത്യക്കാർ ആഹ്ലാദത്തിലാണ്. പക്ഷെ ഞെട്ടിവിറച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരും അവരുടെ സ്പോൺസർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമാണ്. ഒരു ഭീകരവാദിയും ഒരിടത്തും സുരക്ഷിതമല്ല, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ സുരക്ഷിതമല്ല. ഇന്ത്യൻ മണ്ണിൽ ആക്രമിക്കാൻ നടത്തുന്ന ഓരോ ശ്രമത്തിന്റെയും വിശദാംശങ്ങൾ കണ്ടെത്തി അവരെ അവരുടെ മണ്ണിൽ പോയി തീർക്കും എന്ന ഭയം അവരെ ഗ്രസിച്ചിരിക്കുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി 9 ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് തകർക്കാൻ കഴിഞ്ഞ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ സുരക്ഷയിൽ കഴിയുന്ന ഓരോ ഭീകരരെയും തപ്പിയെടുത്തുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ഭീകരവാദികൾ പേടിച്ചോടുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം.